എന്നിട്ട് ബാഹുബലി പോണോട് അങ്ങ് പോണേ കണ്ട്. ഇപ്പൊ ഞാൻ നീ എന്നെ വിളിക്കുമ്പോ എവിടെയാ? ഞാൻ കോഴിക്കൂട്ടിലുണ്ടല്ലോ, തീറ്റ കൊടുക്കാം, ഇങ്ങോട്ട് വാ. അങ്ങനെ വരാൻ പറ്റില്ല. തീറ്റ കൊടുക്കുന്ന സമയത്ത് എനിക്ക് അങ്ങ് വരാൻ പറ്റുമോ? ഞാൻ ഭയങ്കര ശല്യം. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു പൊരിഞ്ഞ മഴ വരുന്നുണ്ടേ. പെയ്യോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എത്രമാത്രം ആ മഴ വലുതാകുമെന്നും കണ്ടറിയാം. ചേട്ടൻ ഇവിടെ ഒരു കൊതുമ്പ് എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണോ മറ്റേ കൊതുമ്പ്? പൂക്കൊതുമ്പുമായി കടൽ കാഴ്ച കാണാൻ. പറ എന്താണ് ഈ കൊതുമ്പ് അടിക്കാനുള്ള കാരണം? ഉറുമ്പന്റെ വീട്ടിൽ ഉറുമ്പ്. ഉറുമ്പിൽ ജാക്സന്റെ വീട്ടിൽ ഉറുമ്പ് കയറി ഗൈസ്. ഉറുമ്പ് ഈ ഉടുപ്പെല്ലാം ഉറുമ്പുള്ളത്. ഞാൻ ചോറ് കൊടുത്തു, മുട്ടയും കൊടുത്തു. പൂച്ചക്കല്ല, കൊച്ചു പട്ടിക്ക്. അതെന്താ സോറി അളിയാ. സ്റ്റാൻഡ് എടുത്ത് വെക്കാം. ചെറിയ ചെറിയ ചാറ്റൽ മഴ. എന്റെ കണ്ണാടിയിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ചിലപ്പോ കാണാൻ പറ്റിയേക്കൂട്ടോ. അപ്പൊ നമ്മുടെ കിണറിന് പുതിയ നെറ്റൊക്കെ ഇട്ടു, ഇങ്ങനെ പൊക്കിയിട്ടു. വേറെ വീട്ടിൽ ചെന്നപ്പോ വീണ്ടും അങ്ങനെയാണ് ഇട്ടേക്കുന്ന കണ്ടു. നമ്മുടെ പ്രാണിയും കുഞ്ഞുങ്ങളും ഇവിടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. ഇരിക്കുന്നു. എന്നാ പറ്റിയ അയ്യോടാ പാവങ്ങള്. അതെ, ആവിയുണ്ട് കേട്ടോ. ചൂടാണ്. മഴ പെയ്യുന്നുണ്ടെങ്കിലും ചൂടാണ്. പക്ഷെ ആവി എടുക്കുന്നുണ്ട്. ചൂടാണ്, ആവി എടുക്കുന്നുണ്ട്. ആ സമയത്ത് ഒരാളെ മൂടി പൊതച്ച് കിടന്നുറങ്ങുക. വേറെ ആരുമല്ല, ആൻസ്. എന്നാ ചേട്ടനുണ്ട് അതിനകത്ത്. 3 പേര് വിശ്രമ ജീവിതം നയിക്കുക. ഇവര് 3 പേരും. ഇതെന്റെ കുട്ടാപ്പി, ഇതെന്റെ ഷുട്ടുമണി, ഇതെന്റെ ഉമ്മാസ്. പുതിയ ബൊമ്മാസ് എത്തിയിട്ടാ. പുതിയ ബൊമ്മാസ് അല്ല, അത് അവരുടെ കൂട്ടത്തിൽ നിന്ന് എടുത്തതാണ് ഈ 2 പേര്. ഇവര് പിന്നെ സെപ്പറേറ്റ് ആണ്. പിന്നെ നമ്മുടെ കുഞ്ഞാപ്പൂവിന്റെ കൂടെയുള്ള കുഞ്ഞാപ്പൂവിന് പനി പിടിച്ചു. മഴ നനഞ്ഞ് പനി പിടിച്ചു. അവനെ നമ്മൾ വീടിനകത്ത് നിർത്തിയേക്കുവാ. അടുപ്പിൻ ചോട്ടി കയറ്റി ഇച്ചിരി ആഹാരമൊക്കെ കൊടുത്ത് അവനെ അവിടെ കയറ്റി നിർത്തിയേക്കുവാ. കുറച്ചുകൂടെ കൊണ്ട് കൊടുക്കണം. അവൻ ഒന്ന് വലിക്കും, പിന്നെ ഒന്ന് ഇച്ചിരി കഴിക്കും. പിന്നെ അവന് കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിനകത്ത് മരുന്നൊഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ അവൻ അതും കഴിക്കും. അങ്ങനെ. പിന്നെ ഇവന്മാരിപ്പൊ മഴ നനഞ്ഞ് അടക്കണേ. എന്റെ ബൊമ്മാസിന്റെ പൂവൊക്കെ നിങ്ങൾ കണ്ടോ? എന്റെ ബൊമ്മാസിന് പൂവൊക്കെ ഉണ്ട് കേട്ടോ. എന്റെ ബൊമ്മാസിന് പറഞ്ഞ കോഴിയരിപ്പ ഉണ്ടാകും കോഴിയുടെ മേത്തെന്ന് പറഞ്ഞ്. പക്ഷെ മഴക്കാലത്ത് ഈ മഴയൊക്കെ പെയ്യുമ്പോഴൊന്നും അരിപ്പയൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മള് മീനിന്റെ വെള്ളമൊക്കെ തളിച്ചു കൊടുത്താൽ മതി. അരിപ്പയൊന്നുമില്ല. ഇവരുടെ മേത്തൊന്നും അരിപ്പയില്ല. അരിപ്പയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ആ നാട് വിട്ട് പോയേ പറ്റത്തുള്ളൂ. അമ്മാതിരി ചെറിയൊരു വെളുത്ത സാധനമാണ്, ചെറിയൊരു സാധനം. അപ്പൊ അത് വന്നാല് പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ വളർത്തുമ്പോൾ നമ്മൾ അതിന്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടല്ലേ നമ്മൾ വളർത്തത്തുള്ളൂ. ഇത്രയും കോഴികൾ വളർത്തുമ്പോഴേ. അപ്പൊ അതെന്റെ മേത്തേക്ക് ചാടി കയറാനുള്ള പരിപാടി കൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ. എന്നെ മൊമ്മാശേ, നീയാണോ മൊമ്മാശ? ബൊമ്മാശിന്റെ കളറൊക്കെ ഉണ്ട്. പക്ഷെ ഇവന് അങ്ങനെ എടുക്കുന്ന അവന് ഇഷ്ടമല്ലേ. ഞാൻ നിന്നെ എടുക്കൂടാ. എക്കൂടാന്ന് പറഞ്ഞാ ഞാൻ നിന്നെ എക്കൂടാ. ഇവനെ എടുത്താലൊരു പ്രശ്നമാ. ഇവന് എവിടെ രാവിലെ ഞാൻ വേറെ കമ്മലിട്ട് എന്റെ കമ്മല് കൊത്തിപ്പറിച്ചവൻ. രാവിലെ അല്ല, ഇന്നലെ. ഇത് പിന്നെ പാവ. ഇവനെയാണ് ഞാൻ ആദ്യം എടുത്തത്. എല്ലാവർക്കും അറിയാലോ. ഇവൻ പൂവനാന്ന് വിചാരിച്ച് ഞാൻ എടുത്തു. പക്ഷെ ഇവനൊരു പെടക്കുഞ്ഞായിപ്പോയി. എന്നാലും വേണ്ടില്ല എന്നും പറഞ്ഞു. പെടയെങ്കി പെട. ഇവന് നല്ല സ്നേഹവാ. ഇവൾക്ക് നല്ല സ്നേഹ. നീ പെടയാന്ന് പറഞ്ഞു. പെട ഇല്ലേ? പൊക്കോ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള അടുത്ത ജീവജാലത്തെ കാണിച്ചതാവേ. ആ ജീവജാലം വീഡിയോ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എങ്ങും നിക്കത്തില്ല. മുഖം മാറ്റിക്കളയും. അത് വീഡിയോ എടുക്കുവാ ചേട്ടായി. ഒന്ന് നോക്കാമോ? കലോ ചേട്ടായി, നോക്കാമോ?
വീഡിയോയിലൊക്കെ ഒന്ന് നോക്കാമോ ചേട്ടായി? ഞാൻ മാനത്തും മഴയത്തും മഴവില്ല് വിരിഞ്ഞോന്നൊക്കെ നോക്കിക്കോളൂ. ഹലോ ചേട്ടായി, ഹലോ. ഞാൻ പോവാ. മാക്കോ നോക്കുന്നില്ല, ഞാൻ പോവാ. ടാറ്റാ. ഓ, ചേട്ടനെ കണ്ടോണ്ടാ നോക്കണേ. ഓ ഓ ആ ചേട്ടനോട് അവൻ വർത്താനം പറയുള്ളൂ, എന്നോട് വർത്താനം പറയില്ല. ഇപ്പൊ ചേട്ടൻ വിളിച്ചാൽ അവൻ പറന്നു ചെല്ലും. ഞാൻ വിളിച്ചാൽ അവൻ ഇങ്ങനെ പറന്നൊന്നും വരാറില്ല. അല്ലടാ, നിനക്ക് എന്നാടാ ഒരു സ്നേഹക്കുറവ്? നിനക്ക് എന്നാടാ ഒരു സ്നേഹക്കുറവ്? കലോ ഇവിടെ കേറി ഇങ്ങനെ ഇരിക്കുവൻ. എന്നിട്ടാണ് ഇവ കോഴിക്കൂടിലെ കാര്യങ്ങള്, മരത്തിലെ കാക്ക വന്നിണ്ടോ, കോഴിക്കുഞ്ഞുങ്ങൾ വന്ന് തീറ്റയൊക്കെ തിന്നിട്ട് പൊക്കോ. ആർക്ക് വേണേലും അവന്റെ തീറ്റ കഴിക്കാവേ. ഇവന് കൊടുക്കണ ഫുഡൊക്കെ ആർക്ക് വേണേലും കഴിക്കാം. അവന് ആർക്കും കൊടുക്കും. കോഴി കൊടുത്താൽ ഇവൻ അനങ്ങൂല, കാക്ക വന്ന് തിന്നാൽ ഇവൻ അനങ്ങൂല. ഒരു കുഴപ്പമില്ല. പൂച്ചേനെ മാത്രം ഇവന് കാണാൻ പാടില്ല. പൂച്ചേനെ കണ്ണിന് 2 മണിക്ക് അവനെ കാണാൻ പാടില്ല, ഇഷ്ടമല്ല അവന്. ബാക്കി എന്തും ഇവൻ ക്ഷമിക്കും, സഹിക്കും. ഇവൻ ആർക്കും എന്തും കൊടുക്കും. പക്ഷെ പൂച്ച ഇല്ലടാ. ബാസ്ക്യുവിന്റെ പേര് പലർക്കും ഡൗട്ടാണ്. പലരും ബാസി എന്നൊക്കെ പറയാറുണ്ട്. ഇവന്റെ പേര് ബാസ്ക്യൂ എന്നാണ് കേട്ടോ. ബാസ്ക്യൂ ഷെപ്പേർഡ് ബ്രീഡ് ആയതുകൊണ്ടാണ് ഇവനെ ഞാൻ ബാസ്ക്യൂ എന്ന് വിളിച്ചത്. ഇപ്പൊ ആ പേര് വളരെ റെയർ ആയിട്ട് തോന്നി. ആ പേരിൽ ഈ ലോകത്ത് വേറെ ഒരു പട്ടികളും കാണൂല. ബ്രീഡ് നെയിം ആരും വിളിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു പേരിട്ട് ആരും വിളിക്കത്തില്ലേ. റെയർ ആയിട്ടുള്ള പേരാ. പിന്നെ എന്റെ പേര് B ലെറ്ററൊക്കെ കൂട്ടി അങ്ങടെ ഇട്ടൂലടാ. ബാസ്ക്യൂ, BASQUE. ചേട്ടൻ കൊറേ നേരമായി മുണ്ടഴിക്കുന്നു. ചേട്ടനോടാ ചേട്ടാ. ആ ചേട്ടാ, മഴക്കാലമൊക്കെ ആയില്ലേ, വേനലൊക്കെ പോയില്ലേ, 2 വാക്ക് സംസാരിക്കാവോ? ഭയങ്കര സ്നേഹമാ ചേട്ടനോട്. തലോടി സുഖിച്ചു നിക്കണ ഞാൻ. അവനിവിടെ വന്നതിനേക്കാൾ അവൻ എന്തോരം മാറിപ്പോയി. ചേട്ടനെ അവനിപ്പോ ഏറ്റവും ഇഷ്ടം. ചേട്ടന്റെ അടുത്ത് ഇവ കൊഞ്ചനൊക്കെ കാണുന്ന. നോക്കിയത് തലോടണില്ലാതാ ചോദിച്ച. സാരിയില്ല, അതെനിക്ക് അറിഞ്ഞൂടാ. ചേട്ടാ പറ, വേനല് മാറിയിട്ട് മഴക്കാലം എത്തിയപ്പോ 2 വാക്ക് പറ. വേനല് മാറി, പക്ഷെ മഴ വന്ന് ഭയങ്കര നേരത്തെ കാലത്തെ പണി തീർക്കണം, ഇത് ശരിയാവൂല. വേനലാണ് പിന്നെ 5:30 ആകുമ്പോൾ പണിയൊക്കെ. ഇതിപ്പോ നമ്മള് 3:30 ഏത് സമയത്ത് മഴ പറയാൻ പറ്റില്ല. ഇന്ന് 1 മണിയായപ്പോ മഴ പെയ്യും ചൂളി. അപ്പൊ നേരത്തെ കാലത്ത് രാവിലെ തന്നെ തീറ്റയൊക്കെ. ഇപ്പൊ പറഞ്ഞോ, ഞാൻ മൊബൈൽ സ്റ്റാൻഡ് എടുക്കാൻ പോയതാട്ടോ. ആയിക്കോട്ടെ. അതുകൊണ്ട് മഴ പെയ്യുമ്പോ നേരത്തെ കാലത്തെ പണി തീർക്കണം. 3 മണി 3:30 ആകുമ്പോൾ പണി തീർക്കണം. എന്നാല് അല്ലെങ്കിൽ വലിയ മഴയാണെങ്കിൽ കഴിഞ്ഞാൽ വലിയ മല്ല പണിയെല്ലാം മല്ല. ആദ്യം വെള്ളം കൊടുക്കാനും തീറ്റ കൊടുക്കാനും കോഴിക്കായാലും എല്ലാത്തിനും നല്ല കാര്യം എല്ലാം കഴിയും. സംഗതി എല്ലാത്തിനും വെള്ളവും കൊടുത്തു, തീറ്റയും കൊടുത്തു, എല്ലാം കഴിയും. ഇനിയിപ്പോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. വേനലായി കഴിഞ്ഞാൽ ഒരു 5:30 ആകുമ്പോഴൊക്കെ നമുക്ക് പണിയൊന്നും തീർക്കാൻ കഴിയും. ഇനിയിപ്പോ ഇച്ചിരി നേരത്തെ പണിയെല്ലാം തീർക്കാൻ കഴിയും. രാവിലെ ഉത്സാഹിച്ചാൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഫോട്ടോ ഇടാൻ പറ്റില്ല, ഫോട്ടോ നിരോധിച്ചിരിക്കുന്നു ഈ വീട്ടിൽ. പുതിയ സർക്കാരാ? പുതിയ സർക്കാരിന്റെ ആദ്യത്തെ ഭരണ പരിഷ്കാരാണ്. കോട്ടുവ നിരോധിച്ചിരിക്കുന്നു. എന്റെ അവധി ഞാൻ ലീവ് എടുത്തൊക്കെ തീരാറായി. ഞാനിനി കോളേജിലേക്ക് പോവുക. അയ്യോ, ഓർക്കുമ്പോ ശങ്കിലി വേദന എടുക്കുന്നു. വീട്ടിലിരുന്നങ്ങ് മടി പിടിച്ചു പോയി. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ 1.5 മാസം?
ആ ചേട്ടന് ഇവിടെ അല്ലായിരുന്നു ഇരുന്നത് ഫുൾ ടൈം. ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഫുൾ ടൈം അങ്ങ് ഇരിക്കുന്നേ. ആ ഇത് കൂട്ടുവാ ഒന്ന് പറ പറ പറയൂ. പറയാനൊന്ന് ലീവ് എടുത്ത് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ വീട്ടിലെ ഓരോ കാര്യങ്ങൾ നോക്കി. എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്? ആ കുഴപ്പമില്ലായിരുന്നു. അത് ഇതുപോലെ ഒരു തന്നെയാണ്. മാസം കഴിയുമ്പോ എന്നെ മിസ് ചെയ്യുവോ? എങ്ങനെ മിസ് ചെയ്യുന്നു? പകലൊക്കെ പകലൊക്കെ എങ്ങനെ മിസ് ചെയ്യാൻ? എനിക്ക് പല പണികൾ എന്നെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. മിസ് ചെയ്യൂല. എങ്ങനെ മിസ് ചെയ്യാൻ? ആട് വിട്ടു പോവുക. എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇത് പണി ചെയ്യുമ്പോൾ ഡ്യൂട്ടി ആയിരിക്കും. ഹലോ, നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്യോടാ? ഡ്യൂട്ടി ആയിരിക്കും. എന്നിട്ടോ നമുക്ക് ഡ്യൂട്ടി അല്ലെങ്കിൽ 3-3:30 ആകുമ്പോഴത്തെ സംഗതി നേരത്തെ പണിയെല്ലാം തീർക്കും. മഴക്കാലമല്ലേ, മഴക്കാലം നമുക്ക് വലിയ ഇതാണ്. എന്നെ ആരും മിസ് ചെയ്യില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ ഇരുന്നിട്ട്? എന്റെ ഒരു പ്രസൻസ് ഇവിടെ അനുഭവപ്പെട്ടോ? കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നിയോ? അങ്ങനെയൊക്കെ തോന്നിട്ടുണ്ട്. ഇവിടെ ഇവിടെ വീട്ടിലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്നതാണോ പോണാണോ ഇഷ്ടം? അതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല. അതിന് അങ്ങനെ അത് നമുക്ക് അങ്ങനെ തീർത്തും പറയാൻ പറ്റില്ല. അതിന് സ്ഥിരമായിട്ട് അങ്ങ് ഇരുന്ന് കഴിയുമ്പോൾ നോക്കൂ, ഇരിക്കുന്ന ആൾക്കാരെ മുഴുവൻ എനിക്ക് മടുപ്പല്ല. ചേട്ടന് എന്താ ഇഷ്ടം? ഞാൻ ഇവിടെ ഇരിക്കുന്നതാണോ ഞാൻ പോണതാണോ? ആ ഞാൻ ഇരിക്കണാണോ പോണതാണോ ഇഷ്ടം? തൊട്ട് വെച്ചോ, സ്റ്റൈലാ. പോണ ഇഷ്ടത്തിന്റെ അല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇത്രയും പാടുപെട്ട് ഒരു ഡിഗ്രി എടുത്തു. ആ ഡിഗ്രി എടുത്തു കഴിഞ്ഞിട്ട് ഇത് ഇവിടെ അടുത്താണ്. അപ്പൊ അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ വീട്ടിൽ ഇരിക്കണേക്കാളും വേണം പോകണം. അല്ല, ഞാൻ ചേട്ടന് പേഴ്സണൽ ആയിട്ട് ഇഷ്ടം ഞാൻ വീട്ടിൽ ഇരിക്കണാണോ ഞാൻ പോണാണോ? അല്ല, വീട്ടിൽ ഇരിക്കണായാലും ഞാനിങ്ങനെ ഓരോ പണി ചെയ്താൽ പോകും. അന്നേരം നിനക്ക് വിളിക്കുമ്പോൾ ഞാൻ വന്നില്ല എന്ന് പറയുമ്പോൾ നിനക്ക് പോകാൻ ബുദ്ധിമുട്ട്. ഞാൻ സത്യം പറഞ്ഞ ഞാൻ പോണതാ ഇഷ്ടം. അതൊക്കെ തുറന്ന് പറഞ്ഞാ പോരെ. അല്ല, ഇതിനകത്ത് കാണാൻ പറ്റണില്ല. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ നീ എന്നെ വിളിക്കുമ്പോ എവിടെയാ? ഞാൻ കോഴിക്കോട്ടിലുണ്ടല്ലോ, തീറ്റ കൊടുക്കാം, ഇങ്ങോട്ട് വാ. അങ്ങനെ വരാൻ പറ്റില്ല. തീറ്റ കൊടുക്കുന്ന സമയത്ത് എനിക്ക് അങ്ങ് വരാൻ പറ്റുമോ? ഞാൻ ഭയങ്കര ശല്യക്കാരിയായിരുന്നോ? അല്ല, അങ്ങനെയല്ല, ശല്യത്തിന്റെ അല്ല പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഞാൻ ചുമ്മാ ഇരുന്ന് പഠിച്ചിട്ടില്ല. എന്തെങ്കിലൊക്കെ പണി ചെയ്തോണ്ടിരിക്കും. ചൊറിഞ്ഞോണ്ടിരിക്കും ഇങ്ങനെ. ഉറങ്ങണോണം വരെ മൊബൈലിലിരിക്കും. അവസാനം ഉറങ്ങണം, കിടക്കാൻ നേരത്തെ ഉറക്കം വന്നോണം വരെ ഫോണിനകത്ത്. പണി ചെയ്യുന്ന സമയത്ത് ഞാൻ മൊബൈൽ നോക്കാറില്ല. ഇല്ല, ഉറങ്ങാൻ നേരത്തെ. വൈകിട്ട് ചിലപ്പോ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മൊബൈൽ നോക്കി അതുപോലെ അങ്ങ് കിടക്കും, ഓഫ് ചെയ്തിട്ട് കിടക്കും. അല്ലാതെ എപ്പോഴും മൊബൈൽ നോക്കണില്ല. അപ്പൊ ഞാൻ പോണെന്നാ പറയണേ. ഒരു വാക്ക് വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞാൽ എപ്പോ ഞാൻ ജോലി കളഞ്ഞ് വീട്ടിൽ ഇരുന്നോളൂല്ലോ. അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ലേ? അത് ഞാൻ ചേട്ടന് തലവേദനയുണ്ടോ? ഞാനാണോ ചേട്ടന്റെ തലവേദന? എന്നാലും ഞാനാണോ തലവേദന? ഇന്നലെ വലിയ കാര്യമായിട്ട് ചേട്ടൻ പുല്ലൊക്കെ വെട്ടിക്കൊണ്ട് വന്നപ്പോ ഞാൻ ചുവന്നപ്പുറം കൊണ്ടിടാന്ന് പറഞ്ഞു. ഞാൻ വാശി പിടിച്ച് പുല്ല് തലേ വാങ്ങി വെച്ചു. അയ്യോ വാവോ, എന്തോ വെയിറ്റാവുന്നു. പൊക്കിയപ്പോ ഇത്ര വെയിറ്റ് തോന്നിയില്ല. അയ്യോ ചേട്ടാ, ഞാൻ ഇത്രയും പുല്ല് എടുക്കൂലേ എന്ന് പറഞ്ഞ വഴി ചേട്ടൻ ഓടി വന്ന് വിഷു. എന്നിട്ട് ബാഹുബലി പോണോട് അങ്ങ് പോണേ കണ്ട്. മഴക്കാലമൊക്കെ ആയി. ഞാൻ തോന്നണേ വല്ല അട്ടേ പണിയുണ്ടോ നോക്കട്ടെ. ഈ ചെറുക്കടെ ഓർക്ക് ഈ പെണ്ണുമ്പുള്ള എഴുന്നേറ്റ് പോയാർന്ന്. അവ നോക്കണൊക്കെ ചേട്ടന്റെ നേരെയാ നോക്കണേട്ടാ. ആ തലോടല് വേണ്ടിട്ടിരിക്കുന്ന, തലോടാൻ വേണ്ടി. അവനാ ഒരു തലോടല് കിട്ടണേ. പോയി പുളകിതനായിട്ട് നിക്കണ നോക്കിക്കേ. എന്നാൽ ഈ ആവി എടുക്കുമ്പോ ഒരുത്ത ഫാനും വിട്ട് പുതച്ചു മൂടി കിടക്കുന്നു. അതുപോലെ ഞാൻ പുതപ്പെടുക്കുക. എനിക്ക് തണുത്തിട്ട് കിടക്കാൻ പറ്റണില്ല. ചേട്ടന് ഫാനും വേണം, പുതപ്പും വേണ്ട, ഒന്നും വേണ്ട. ഇന്ന് ഞാൻ പുതപ്പെടുക്കും. പറഞ്ഞിട്ടൊന്നുമില്ല. ഈ ചെറുക്കൻ എനിക്ക് ഇടിയും തന്നിട്ട് പോയി. ചേട്ടന് അടുത്ത വായിക്കോട്ടെ വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് ചേട്ടൻ വിഴുങ്ങി. എന്നാലും ആ ചെടി അങ്ങ് ചാഞ്ഞു നിക്കണം. അതിലേക്ക് വളരാൻ പറ്റാതെ നിക്കുന്ന ആ ഇരുമ്പമ്പുളിയെ.
പിന്നെ ഇപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് എനിക്ക് ഒരാളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ദൂരെ നിന്നാണെങ്കിലും ഒന്ന് കണ്ടാ മതിയേ. അച്ചായൻസ് ഗോൾഡിലെ ടോണി അച്ചായൻ, നമ്മുടെ തൊടുപുഴയിൽ അവരുടെ ഒരു ജുവല്ലറിയുടെ ഉദ്ഘാടനം ഇന്നുണ്ട് ആദ്യമായിട്ട് തൊടുപുഴയിൽ. അപ്പം അവിടെ വരും, എന്താണേലും അച്ചായൻ വരുമല്ലോ. ദൃശ്യത്തിനകത്ത് ആ രണ്ട് പെൺപിള്ളേരില്ല, ഹൻസിബയും പിന്നെ ആ മറ്റേ പെങ്കൊച്ചും, അവർ രണ്ടുപേരുമാണ്. എന്നോട് പറഞ്ഞു എന്നെ ഒന്ന് കൊണ്ടുപോകണം, ഞാൻ ചെലവ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ചെലവ് ചെയ്യാൻ ഇവിടെ വരുമ്പോ കട്ടച്ചായാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ആ ദൃശ്യത്തിലെ ആ പിള്ളേർ രണ്ടുപേരുമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ ജാസി ഗിഫ്റ്റ് വരുന്നുണ്ട്. ഒരു കാലത്തൊക്കെ ഭയങ്കര തരംഗമായിരുന്നു ജാസി ഗിഫ്റ്റ് എന്ന് വെച്ചാൽ. ലജ്ജാവതിയെ സോങ് ഇറങ്ങി കഴിഞ്ഞപ്പോ അല്ലേ, ആ ഒരു പാട്ട്, ആ ഒരു പാട്ടിനെ വെക്കാനായിട്ട് വേറൊരു പാട്ടും ഉണ്ടായിട്ടുമില്ല. അതുപോലെ ഒരു റാപ്പ് റോപ്പ് സോങ്. അപ്പൊ എനിക്ക് അകലെ നിന്നാണെങ്കിലും മഴയൊക്കെയാ, എന്നാലും വണ്ടിക്കകത്തിരുന്നാണെങ്കിലും എനിക്ക് ആ ടോണിയച്ചാനെ ഒന്ന് കണ്ടാൽ മതി. അവിടെ വണ്ടിക്കകത്ത് ഇരുന്ന് കാണാൻ, വണ്ടി അവിടെയെങ്കിലും വണ്ടി ഒതുക്കില്ല, വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ടിട്ട് നടന്നു പോകാനേ പറ്റുള്ളൂ. വണ്ടിക്കകത്ത് ഇരുന്ന് കാണാനെന്ന് പറഞ്ഞ് പോകണ്ടാട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാ മതി. ഞാൻ നേരിട്ടൊന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കാരണം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും മത മേലധികാരികൾക്കും ഒന്നും സാധിക്കാത്ത, അല്ലെങ്കിൽ അവരുടെ ഒന്നും കണ്ണിൽ പെടാതെ കിടക്കുന്ന കുറെ പാവങ്ങളെ രക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരാളെ നമുക്ക് കാണുന്നത് ഭയങ്കര വലിയ കാര്യമല്ലേ. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണണമെന്നേ ഉള്ളൂ. അതുകൊണ്ടൊന്ന് പോകണം എന്നൊരാഗ്രഹമുണ്ട്. അവിടെ ചെന്നാൽ കാണാൻ പറ്റുമോന്ന് അറിയില്ല, അത്രയ്ക്ക് തിരക്കൊക്കെ ആയിരിക്കും. ഇതുപോലെയൊക്കെ ഉള്ളവര് വരുമ്പോഴും പിന്നെ മഴയും കൂടെ ആയതുകൊണ്ട് വലിയ സുഖവും കാണത്തില്ല കേട്ടോ പോയി നിക്കാന്. എനിക്കൊന്ന് കാണണം, ഭയങ്കര ആഗ്രഹമാ ഒന്ന് കാണണം. അപ്പം അതാണ് ഇപ്പൊ എന്റെ മനസ്സിലുള്ള ഒരു കാര്യം, ജസ്റ്റ് ഒന്ന് പോയി കാണുക എന്നുള്ളത്. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോണു. പിന്നെ ചാച്ചന്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. ചാച്ചന്റെ ഇപ്പൊ വീഡിയോ എടുക്കാൻ പറ്റിയ കണ്ടീഷനൊന്നും അല്ല കേട്ടോ. ചാച്ചന് സുഖമില്ല. ചാച്ചന് ഇപ്പൊ അധികം നേരം എഴുന്നേറ്റ് ഇരിക്കാനൊന്നും പറ്റത്തില്ല. എത്ര ഏജ് ആയില്ലേ, 99ലേക്ക് കടക്കാൻ പോവുക. അടുത്ത മാസം ചാച്ചന്റെ 99ാമത്തെ പിറന്നാളാ. അപ്പം ഇത്ര ഏജ് ആയില്ല. അപ്പൊ ചാച്ചന് തീരമായി. ആഹാരമൊക്കെ കഴിക്കുന്നതൊക്കെ നേരെ പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊരു വീഡിയോ എടുക്കാൻ പറ്റും. നേരെ ഇരുന്ന് അങ്ങ് സംസാരിക്കാൻ പോലും, അല്ലെങ്കിൽ ചെല്ലുമ്പോ വിശേഷമൊക്കെ ചോദിക്കണതാ. അപ്പൊ അതുപോലും ചോദിക്കാൻ പറ്റണില്ല. ആഹാരം ഒന്നും കഴിക്കണില്ല. ആ ഒരു കണ്ടീഷനിലായതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാത്ത കേട്ടോ. പക്ഷെ ഒത്തിരി വീഡിയോസ് ചാച്ചന്റെ അടുത്ത് ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്യാതെ എന്റെ ഫോൺ ഗാലറി നിറഞ്ഞ് ചാച്ചന്റെ വീഡിയോ ഉണ്ട്. ഞാനത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യുമെങ്കിലും ഞാന് ഈ വീഡിയോസ് ഞാന് കളയത്തില്ല. ഞാനത് ഗാലറിയിൽ ഇട്ടേക്കും വെറുതെ കാണാൻ വേണ്ടി. ചാച്ചൻ പാട്ട് പാടിയതൊക്കെ ഇട്ടിട്ടുണ്ട്. പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു. അയ്യോ പാവോ. അപ്പൊ ചാച്ചൻ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോടെ പ്രായമായി പോയി. ചേട്ടനാണെങ്കിൽ പോകാൻ ധൃതി പിടിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ ചാച്ചനത് ആഘോഷിക്കാനുള്ള ഹെൽത്ത് ഒന്നും ഉണ്ടാവില്ല. എനിക്ക് സെഞ്ചുറി അടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ചാച്ചനെ കാണുന്നത്, ചാച്ചനോട് സംസാരിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യമൊക്കെ സമയത്ത് ചാച്ചന് പറ്റുന്ന സമയത്തൊക്കെ പഴയ കാര്യങ്ങളൊക്കെ കുറെ പറയില്ലായിരുന്നു ഇരുന്ന്. ചാച്ചനെ പറഞ്ഞു, ചാച്ചനെ കുറിച്ചും ചാച്ചന്റെ അമ്മച്ചീനെ കുറിച്ചൊക്കെ പറഞ്ഞൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ചാച്ചൻ പറഞ്ഞു തന്ന കാര്യങ്ങള്. അതുപോലെ ചാച്ചന്റെ അമ്മയുടെ പേരെന്താണെന്ന് ഞാനാ ചോദിക്കുന്നത്. സത്യത്തിൽ ഇവർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു ചാച്ചന്റെ അമ്മച്ചിയുടെ പേര്. ചാച്ചന് 13 വയസ്സുള്ളപ്പം ചാച്ചന്റെ അമ്മച്ചി മരിച്ചു പോയതാ. അപ്പൊ ആർക്കും അറിയില്ലായിരുന്നു, ഞാനാ ചോദിച്ചത്. അപ്പൊ ചാച്ചൻ ഇങ്ങനെ ആലോചിച്ച് ചാച്ചൻ എന്തേതാ കിട്ടുന്നില്ല. ചാച്ചൻ അറിയാമാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചാച്ചന്റെ അമ്മച്ചിയുടെയും ചാച്ചന്റെ ഫോട്ടോ ഞങ്ങള് ഫ്രെയിം ചെയ്യിച്ചു കൊണ്ടുകൊടുത്തു. ആ ഫോട്ടോ കണ്ടുപിടി ചാച്ചൻ അപ്പൊ സ്പോട്ടിൽ പറയാം, ഇതാണ് സാക്ഷാൽ മറിയാമാന്ന്. പിന്നീട് ഒരിക്കലേ പെട്ടെന്ന് വന്നു. ഇത് ചോദിച്ചപ്പോ ചാച്ചന് തപ്പലായിപ്പോയി. എന്താന്ന് ആലോചിച്ചിരുന്നു. ചാച്ചന് ഭയങ്കര ഇഷ്ടമായിരുന്നു ചാച്ചന്റെ അമ്മച്ചീനെ. ഭയങ്കര കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു.
തെറ്റ് ചെയ്താൽ നല്ല ശിക്ഷയൊക്കെ തരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ചാച്ചൻ ജീവിച്ച സിറ്റുവേഷൻ ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ടതാ. ഭൂസത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അല്ല, വീട്ടിൽ അമ്മയില്ല, അപ്പനാണെങ്കിൽ ജോലി ഉണ്ടായിരുന്നു, സർവേയർ ഉണ്ടായിരുന്നു, അബ്കാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തോടെയായിരുന്നു. വീട്ടിൽ ചാച്ചൻ ഒറ്റയ്ക്ക് ഒരു പട്ടി ഉണ്ടായിരുന്നു, കൂട്ടിന് ഒരു കമ്പിവടി എടുത്ത് കൈ പിടിക്കും. അങ്ങനെയാണ് ചാച്ചൻ വീട്ടിൽ ഒറ്റയ്ക്ക് കിടന്നോണ്ടിരുന്നത്. ചാച്ചന്റെ മൂത്ത പെങ്ങളെ നേരത്തെ കല്യാണം കഴിച്ചു വിട്ടതായോണ്ട് ചാച്ചന്റെ ഇള അനിയനെ ആ പെങ്ങളങ്ങ് കൊണ്ടുപോയത്. ഇള അനിയന് 2-3 വയസ്സുള്ളപ്പം ചാച്ചന്റെ അമ്മ മരിച്ചു പോയതാ. പിന്നെ ചാച്ചൻ ഒറ്റയ്ക്ക്, അതും അടുത്ത വീടൊന്നും ഇല്ല. ആ ഒരു വീട് കഴിഞ്ഞാ പിന്നെ തൊട്ടടുത്ത് വീടേ ഇല്ല. പിന്നെ പാർട്ടിക്കാരുടെ വീടായിരിക്കുള്ളൂ അല്ലെ, ആ പരിസരത്ത് വെച്ചിട്ടല്ലേ. ചുറ്റും കാടും പറമ്പും ഒക്കെ കണ്ടോ ഒക്കെ ആയിട്ട് ഇങ്ങനെ. പിന്നെ ചാച്ചന്റെ ചിറ്റപ്പന്റെ വീട് ഇപ്പോഴത്തെ പള്ളി ഇരിക്കണോടത്ത് അല്ലേ, ആ വീടുണ്ടായിരുന്നു. അവിടുന്ന് ഫുഡൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു എന്നല്ല അറിഞ്ഞ. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഓർക്കും, ആൻസിന് 13 വയസ്സ്, ഇപ്പോഴല്ലേ അവന് 14 ആയത്. ഈ ആൻസ് എന്ന് പറഞ്ഞൊരു ഒറ്റയ്ക്ക് ഒരു വീട്ടില് ഒരു പട്ടി ഒരു വടിയായിട്ട് കൂട്ടും മാത്രമായിട്ട് രാത്രിയും പകലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുപോലെ. ഞാനതെങ്ങനെ ഓർക്കും. അപ്പൊ ചാച്ചൻ എന്തോരം വിഷമിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ചാച്ചൻ 9 മക്കളും ഒരു ഫാമിലിയൊക്കെ ആയപ്പോ എന്തോരം സന്തോഷിച്ചിട്ടുണ്ടായിരിക്കും. വീട്ടിൽ ഇത്രയും അംഗങ്ങളൊക്കെ ആയിട്ട്, ആ ഒറ്റപ്പെടലിന് ഇത്രയും കുട്ടികളുടെ ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ടും അപ്പൊ എന്തോരം സന്തോഷിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാ എനിക്ക് ചാച്ചനോട് ഒരു ഇച്ചിരി ഇഷ്ടം കൂടുതലുള്ളത് ചേട്ടനേക്കാളും. പിന്നെ ചാച്ചന്ന് വെച്ചാ ചേട്ടനെ പോലെ അല്ല, ചാച്ചനൊക്കെ നല്ലൊരിതുണ്ട്, നല്ലൊരു വ്യൂ ഉണ്ട്, കാഴ്ചപ്പാടുണ്ട് മുന്നോട്ടുള്ളതൊക്കെ. ചേട്ടനൊന്നും അത്ര ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ചാച്ചൻ പറഞ്ഞതാ ഭയങ്കര ആ ഒരു പവറുണ്ട് ചാച്ചന്, ആ ഒരു തറവാട്ട് പവർ. ഇനിയുള്ളവർക്കൊന്നും അതൊന്നും ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എന്താണെങ്കിലും അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് എന്താണേലും ഇപ്പോഴെങ്കിലും ഒരു ചാച്ചനെ കിട്ടിയില്ലോ. എത്ര നാളും ഇല്ലേ, എത്ര നാളല്ലേ ആയുള്ളൂ, കിട്ടിയില്ലോ. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. 22, 21. അതെനിക്ക് അറിഞ്ഞൂടാ, അത് നോക്കണം. അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. നമുക്കപ്പൊ പോണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതുപുത്തൻ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും. ബൈ.